ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2030. ഇന്ന് ജൂലൈ മാസം 22-ാം തീയതി, 203-ാമത്തെ ദിവസത്തിലെത്തി. അവനവന്റെ വീടിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തില്, ആത്മാർത്ഥതയില്, അനുഭാവത്തില് കുറച്ചൊക്കെ ആലോചന വേണം കേട്ടോ. അവനവന്റെ വീടിനെ കുറിച്ച്. വീടുകൾക്കൊക്കെ മൊത്തത്തിൽ ഇപ്പോൾ പുറമേ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. അഴകിങ്ങനെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ആണ്ടോടാണ്ട് ഏറെ പാടുപെടുന്നുമുണ്ട്. നന്നായി പണം മുടക്കുന്നുമുണ്ട്. അങ്ങനെ എൻ്റെ ഉൾപ്പെടെ മിക്ക വീടുകളും പുറമേ നിന്ന് നോക്കിയാൽ മനോഹരമാണ്, ഒരുപാട് അഴകുള്ളതാണ്, കുറെയൊക്കെ ആഡംബരമുള്ളതാണ്. അങ്ങനെ തന്നെ നമ്മൾ അലങ്കാരങ്ങളാൽ നിലനിർത്തുന്നുമുണ്ട്. വീടിനകമോ? വീടിനകം പറയത്തക്ക ഭംഗിയുള്ളതൊന്നും അല്ല എന്ന് അകത്ത് വസിക്കുന്ന നമുക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്, സ്വകാര്യമാണ്. പുറമേ നിന്ന് നോക്കിയാൽ മാത്രം മതിയോ നമ്മളുടെ വീടുകൾക്കൊക്കെ ഭംഗിയും ചന്തവും? അകത്തും കൂടെ അത് വേണ്ടേ? എന്തുകൊണ്ടാണ് വീടിനകം കുറെ കൂടി ഹൃദ്യമായി ഓരോരുത്തർക്കും മാറാത്തത്? വ്യക്തിപരമായ ഒരു സ്നേഹാനുഭവമായി അവനവന്റെ ഭവനം മാറേണ്ടതല്ലേ? നസ്രയത്തിലെ ഒരു ചെറിയ ഭവനത്തിൽ വന്ന് വസിച്ച ആളാണ് ക്രിസ്തുയേശു. വീടിനെ കുറിച്ചും അകങ്ങളെക്കുറിച്ചും വീട്ടന്തരീക്ഷത്തെക്കുറിച്ചുമൊക്കെ ധാരണയില്ലേ? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24-ാമത്തെ തിരുവചനത്തില് ക്രിസ്തുയേശു പറയുന്നുണ്ട്, ആകയാൽ എന്റെ ഈ വചനങ്ങൾ കേട്ട് അനുസരിക്കുന്നവരൊക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുന്നു. എനിക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ വളരെ ബുദ്ധിമാനാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. തെറ്റായ ധാരണയാവാം. എന്തായാലും ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് ക്രിസ്തുയേശു പറയുന്നത് എന്റെ വചനങ്ങൾ കേൾക്കുന്ന, അപ്പോൾ കേൾക്കണം, അനുസരിക്കണമെന്ന് തൊട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കേൾക്കുക മാത്രമല്ല, അനുസരിക്കണം. ഇത് അന്ന് പറഞ്ഞതാണ്. ഇന്നാണെങ്കിൽ യേശുവിന്റെ വചനങ്ങൾ വായിക്കണം, ധ്യാനിക്കണം, അനുസരിക്കണം, പാലിക്കണം. അങ്ങനെയാണെങ്കിൽ പാറമേൽ ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനായി നമ്മൾ മാറും. യേശുവാകുന്ന ഉറപ്പുള്ള പാറമേൽ അവനവന്റെ ഭവനത്തെ പണിയാനായിട്ട്, പണിതുറപ്പിക്കാനായിട്ട്, പണിത് നിലനിർത്താനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ആമേൻ.